ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന വയറുവേദന ഇതിനെയാണ് മെൻസ്ട്രുവൽ ക്രാംസ് എന്ന് പറയുന്നത്. ചിലർക്കിത് സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും. ഈ പെയിൻ കുറയ്ക്കാൻ പെയിൻ കില്ലേഴ്സ് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെന്റ്സ് കഴിച്ചാൽ മതിയോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ മെൻസ്ട്രുവൽ ക്രാംസിനെ കുറിച്ചാണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് മെൻസ്ട്രുവൽ ക്രാംസിനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. മെൻസ്ട്രുവൽ പീരീഡ്സ് അഥവാ ആർത്തവത്തിന്റെ സമയത്ത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന പെയിൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയും, രണ്ടാമത്തത് സെക്കൻഡറി ഡിസ്മെനോറിയാണ്. മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള ഓർഗൻസിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്മെനോറിയ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ക്രാംസിനെയാണ് സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വേറെ കോസസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെയാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. പ്രൈമറി ഡിസ്മെനോറിയ ആണ് കൂടുതലും സ്ത്രീകൾക്ക് കാണാറ്. ഇവർക്ക് മറ്റു തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രൈമറി ഡിസ്മെനോറിയ കൂടുതലായിട്ടും യങ് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഉണ്ടാവാറ്. പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രൈമറി ഡിസ്മെനോറിയ കുറഞ്ഞു വരികയാണ് ചെയ്യുക. പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. വേൾഡ് വൈഡ് യങ് ആയിട്ടുള്ള സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3-2 പേർക്ക് പ്രൈമറി ഡിസ്മെനോറിയ കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഇതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് പെയിൻ തന്നെയാണ്. അത് മെൻസ്ട്രുവൽ പീരീഡ്സ് തുടങ്ങുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പേ തുടങ്ങും. മെൻസ്ട്രുവൽ പീരീഡ്സ് കഴിഞ്ഞ് 1-2 ദിവസങ്ങൾ വേണമെങ്കിൽ നീണ്ടു നിൽക്കാം. പ്രധാന സിംറ്റം എന്ന് പറയുന്നത് ഷാർപ്പായിട്ടുള്ള ക്രാമ്പിംഗ് ടൈപ്പ് പെയിൻ ആണ്. കൊളുത്തി പിടിക്കുന്ന പോലത്തെ വേദന, അതും ലോവർ അബ്ഡോമിനിലാണ് ഉണ്ടാവാറ്. അത് പക്ഷേ അവിടെ മാത്രം നിൽക്കില്ല. ഒന്നിക്കൽ പുറം ഭാഗത്തേക്ക് ബാക്ക് സൈഡിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ തുടയിലേക്കോ കാലിലേക്കോ ഒക്കെ നീങ്ങാം. ഇതിൻ്റെ കൂടെ നോസിയ ഉണ്ടാവാം, അമിതമായിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം, ചിലർക്ക് ഡിസിനസ് ഉണ്ടാവാം, തലചുറ്റൽ പോലെ വരാം, ഡയറിയ അനുഭവപ്പെടാറുണ്ട്. ക്ഷീണം, തളർച്ച വളരെ കോമൺ ആണ്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മെൻസ്ട്രുവൽ ക്രാംസ് പ്രൈമറി ഡിസ്മെനോറിയ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. ഗൈനക്കോളജിസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി കളക്ട് ചെയ്യും, കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. പെൽവിക് എക്സാമിനേഷൻ വളരെ യൂസ്ഫുൾ ആണ്. എന്തെങ്കിലും തരത്തിലുള്ള എബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് പെൽവിക് എക്സാമിനേഷൻ ചെയ്യുന്നത്. മറ്റു തരത്തിലുള്ള അണ്ടർലൈങ് കോസസ് ഇല്ല എന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ പറയാം, ലാപ്രോസ്കോപ്പി പറയാറുണ്ട്. ഇങ്ങനെ പെയിൻ ഉണ്ടാക്കുന്ന മറ്റു ചില കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് എൻഡോമെട്രിയോസിസ് ആണ്. ഫൈബ്രോയിഡിൽ ഇങ്ങനെ ഉണ്ടാവാം, ഒവേറിയൻ സിസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാവാം. പലതരത്തിലുള്ള കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ എക്സസീവ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്ന പെയിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇതൊന്നും എല്ലാം ഉറപ്പ് വരുത്തിയാൽ മാത്രമേ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി മെൻസ്ട്രുവൽ ക്രാംസിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. പ്രധാന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നതാണ്. നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില മരുന്നിനൊന്നും പ്രിസ്ക്രിപ്ഷൻ പോലും ആവശ്യമില്ല, ഓവർ ദ കൗണ്ടർ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ പ്രവർത്തിക്കുന്നത് യൂട്രസിലുള്ള സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷൻസ് കുറച്ചിട്ടാണ്. അവിടെയുള്ള പ്രോസ്റ്റഗ്ലാൻഡിൻസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് ക്രാംസ് കുറയും. അത് കാരണം അനുഭവപ്പെടുന്ന പെയിനും കുറയ്ക്കാൻ സാധിക്കും. NSAIDs മരുന്നിൻ്റെ ഉദാഹരണമാണ് മെഫെനമിക് ആസിഡ്. മെഫ്റ്റാലും മെഫ്റ്റാൽ സ്പാസും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുണ്ടാകും. ഡൈക്ലോഫിനാക്, എസെക്ലോഫിനാക്, പാരസെറ്റമോളിനും ചെറിയ രീതിയിലുള്ള പെയിൻ കില്ലർ ആക്ഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ ദീർഘകാലം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള സ്റ്റഡീസ് നടത്തിയത് കുറവാണ്. എല്ലാ മെൻസ്ട്രുവൽ പീരീഡ്സിന്റെ സമയത്തും ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് റെക്കമെൻഡഡ് അല്ല. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള മരുന്നിന് ചില സൈഡ് എഫക്ട്സും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറുമായി ചർച്ച ചെയ്യേണ്ടതാണ്. NSAIDs കുറിച്ചും പെയിൻ കില്ലേഴ്സിനെ കുറിച്ചും ഇതിനു മുമ്പേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സെക്കൻഡറി കോസസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്. അതും സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ്. ചില സിറ്റുവേഷൻസിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കാറുണ്ട്, അതായത് ഗർഭനിരോധന ഗുളികകൾ. ഇത്തരത്തിലുള്ള ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാലും ക്രാംസിന്റെ സിവിയറിറ്റി കുറയ്ക്കാൻ സാധിക്കുന്നു, പെയിന് കുറയ്ക്കാൻ പറ്റുന്നു ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഹോട്ട് വാട്ടർ ബാഗ്സ് ഉപയോഗിക്കുന്നതാണ്. ചൂട് പിടിക്കുന്നതിനനുസരിച്ചിട്ടും മെൻസ്ട്രുവൽ ക്രാംസിന്റെ പെയിന് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടും ഇങ്ങനെ ചൂടൊന്നും പിടിച്ചിട്ടും പെയിന് കുറയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പെയിനിന്റെ സിവിയറിറ്റി കൂടി വരികയാണ്, ഇതിന്റെ കൂടെ ഫീവർ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടറെ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. സാധാരണ രീതിയിൽ അനുഭവപ്പെടുന്നതിലും കൂടുതൽ സിവിയർ ആയിട്ടുള്ള മെൻസ്ട്രുവൽ ക്രാംസ് ഉണ്ടെങ്കിൽ, ഇത്രയും സിവിയർ ആയിട്ടുള്ള പെയിന് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് സാധ്യത ഉള്ള സാഹചര്യത്തിലൊക്കെ ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളാണ് എക്സസൈസ് ചെയ്യുന്നത്. എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്നവർക്കും പ്രൈമറി ഡിസ്മെനോറിയ കാരണം ഉണ്ടാകുന്ന പെയിന് അങ്ങനെ സിവിയർ ആയിട്ട് വരാറില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും ഹോട്ട് വാട്ടർ ബാഗിന്റെ അതേ ഇഫക്റ്റ് തന്നെയാണ് തരുന്നത്. അധിക സ്ത്രീകൾക്ക് അറിയാത്ത 1-2 കാര്യം കൂടി പറയാം. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മീൽസ് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, ലഞ്ച് സ്കിപ്പ് ചെയ്യുന്നു, ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നു, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ മെൻസ്ട്രുവൽ ക്രാംസ് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈബർ കണ്ടന്റ് കൂട്ടണം, അതിന് കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഓരോ ദിവസം 200 ഗ്രാമിൻ്റെ അടുത്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് സാലഡ് രൂപത്തിൽ കഴിക്കാൻ ശ്രമിക്കുക, ജ്യൂസ് ആക്കിയിട്ടല്ല. കൂടുതൽ ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്നതും മെൻസ്ട്രുവൽ ക്രാംസ് കുറയ്ക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത്. ഡയറി പ്രൊഡക്ട്സിൻ്റെ ഉദാഹരണമാണ് പാല്, ചീസ്, ബട്ടറെല്ലാം. ഇനി എല്ലാവർക്കും അറിയേണ്ട വിഷയത്തിലേക്ക് വരാം. ഡയറ്ററി സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ മെൻസ്ട്രുവൽ ക്രാംസിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ പറ്റുമല്ലോ? ഇത് കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഏകദേശം 20ൻ്റെ അടുത്ത് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ഇതിനു വേണ്ടി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളതും കൂടുതൽ എവിഡൻസ് ഉള്ള തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ചിലതാണ്. ഒന്ന്, ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചി, ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് അവൈലബിൾ ആണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ജിഞ്ചർ സപ്ലിമെൻറ്റ്സിനുണ്ട്. രണ്ടാമത്തത് സിനമൺ ആണ്. ഇതൊക്കെ സപ്ലിമെൻ്റ് രൂപത്തിൽ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന സിനമൺ തന്നെ കഴിച്ചാലും മതിയാവും. ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്ന അധിക സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. മൂന്നാമത്തതും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ് ഫിഷ് ഓയിൽ, അതായത് മീൻ എണ്ണ ഗുളിക. ഇതിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ടാവും. 1000 മില്ലിഗ്രാം വരെ കഴിക്കേണ്ടി വരും. അധിക സ്ത്രീകൾക്കും omega-3 ഫാറ്റി ആസിഡ്സ് ഭക്ഷണത്തിലൂടെ കിട്ടുന്നതിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് മെൻസ്ട്രുവൽ ക്രാംസിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ സാധിക്കും. 2 തരത്തിലുള്ള വിറ്റാമിൻസ് മെൻസ്ട്രുവൽ ക്രാംസ് പ്രിവെൻറ്റ് ചെയ്യാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വൈറ്റമിൻ ഡി ആണ്, സൺഷൈൻ വൈറ്റമിൻ. പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാറ്. കാരണം പുറത്തിറങ്ങുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കുറവായിരിക്കും. രണ്ടാമത്തെ വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയും പവർഫുൾ ആയിട്ട് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പക്ഷേ വൈറ്റമിൻ ഇ ഒന്നും കണ്ടിന്യൂസ്ലി കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻ്റ് അല്ല. 3 തരത്തിലുള്ള മിനറൽസിനും മെൻസ്ട്രുവൽ ക്രാംസ് കുറയ്ക്കാൻ കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊന്ന് കാൽഷ്യമാണ്, രണ്ടാമത്തത് മെഗ്നീഷ്യമാണ്, മൂന്നാമത്തത് ബോറോണാണ്. നിങ്ങൾ ഓൾറെഡി കഴിക്കുന്ന മൾട്ടി വിറ്റാമിനിൽ ചിലപ്പം ഈ പറഞ്ഞ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ആയിട്ട് അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സിൽ ഇതൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് കഴിച്ച് തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാനും ഹോസ്പിറ്റലിൽ പോകാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഡോഫോഡിയിലുള്ള ഗൈനക്കോളജിസ്റ്റുമായി ഓൺലൈൻ കൺസൾട്ടേഷൻസ് ലോകത്തിന് എവിടുന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഈ കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതുമാണ്. ഡോഫോഡിൻ്റെ വെബ്സൈറ്റ് ലിങ്കും QR കോഡും ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മെൻസ്ട്രുവൽ ക്രാംസിനെ കുറിച്ചോ മെൻസ്ട്രുവൽ പീരീഡ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്നാണ് അറിയേണ്ടത്? വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സ്ത്രീകളുടെ ആരോഗ്യത്തിനെക്കുറിച്ച് മാത്രം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും കാണാം. ഈ പ്ലേലിസ്റ്റിൽ മെൻസ്ട്രുവൽ പീരീഡ്സിനെ കുറിച്ചും ഡിലേഡ് മെൻസ്ട്രുവൽ പീരീഡ്സിനെ കുറിച്ചും സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.